ഓക്കെ, ഇൻഷാല്ലാ. എല്ലാവർക്കും മാക്സിമം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ. ആ ഓരോ പോയിന്റുകളിലൂടെയുള്ള നമ്മളുടെ യാത്ര ആ ഓരോ പോയിന്റ്സുകളും തലോടിക്കൊണ്ടുള്ള ആ ഒരു യാത്ര നമ്മൾ നടത്തിയപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീൽ, ഒരു മഞ്ഞുകാല പ്രഭാതത്തിലെ ഒരു നടത്തം പോലെ, ശാന്തസുന്ദരമായ ഒരു അരുവിയിലൂടെ നടക്കുന്നത് പോലെ, അതല്ലെങ്കിൽ വിശാലമായ സമുദ്രത്തിന്റെ തീരത്ത് പോയി ഇരിക്കുന്നത് പോലെ, നിങ്ങൾക്ക് ഏത് തരത്തിലാണോ ആ ഒരു ജേണിയിലൂടെ പോകുമ്പോൾ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. മഞ്ഞുകാലത്തെ പ്രഭാതത്തിലുള്ള ആ ഇളം തെന്നലിലൂടെയുള്ള ആ ഒരു നടത്തം എന്തൊരു മനോഹരമായ നടത്തമാണല്ലേ. അവിടെ നല്ല മനോഹരമായ സുഗന്ധത്തിന്റെ, പൂവിന്റെ പരിമളം വന്നു. ലാപ്പ് ഒന്ന് ചാർജ്. അപ്പോ ആ ഒരു സുഗന്ധത്തിന്റെ, അത് നമുക്കറിയാലോ, ആ മഞ്ഞുകാലങ്ങളിലൂടെ ആ രാവിലെയുള്ള തണുത്ത കാറ്റുകളൊക്കെ ഒന്ന് നമ്മുടെ ദേഹത്തെ തലോടിക്കൊണ്ട് പോകുന്ന സമയത്ത്, ആ തണുത്ത ദേഹത്തെ തലോടുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾ കിട്ടുന്ന ഒരു കുളിര്, എന്നിട്ടോ കൂടെ നമുക്ക് ഒരു നല്ല മനോഹരമായ സ്മെല്ലുള്ള പൂവിന്റെ ഒരു മണവും കൂടി അടിക്കുകയാണ്. നമ്മൾ വളരെ ശാന്തമായുള്ള ഒരു നടത്തം, ആ നടത്തത്തിന്റെ ഇടയിൽ കിട്ടുന്ന മനോഹരമായ ആ ഒരു കുഞ്ഞു സ്മെല്ല്, ആ ഒരു മനോഹരമായ ആ ഒരു നല്ല ഒരു സുഗന്ധം ആസ്വദിച്ചുകൊണ്ട്, ശരീരമാസകലം തണുത്തുകൊണ്ട്, ശാന്തമായുള്ള നമ്മുടെ ആ ഒരു നടത്തത്തിൽ നാം അനുഭവിക്കുന്ന ആനന്ദം എത്രയായിരിക്കും അല്ലേ. ഇനി ആ ഒരു യാത്രയ്ക്കിടയിൽ, ആ ഒരു ആനന്ദത്തോടു കൂടിയിട്ടുള്ള ആ ഒരു യാത്രയ്ക്കിടയിൽ നമുക്ക് പുറത്തു നിന്നും എന്തോ അപ്രതീക്ഷിതമായി നമുക്ക് എന്തേലും നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നതും തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായ എന്തേലും ഒരു ഫുഡ് കിട്ടുന്നെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ ആ മനോഹരമായ ആ ഒരു യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അല്പം നമ്മൾ ഇഷ്ടപ്പെട്ട ആ ഒരു ഭക്ഷണ സാധനം, അതെന്തോ ആയിക്കോട്ടെ, സ്നാക്സ് ആയിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, അത് നമ്മളിങ്ങനെ ആസ്വദിച്ച് കഴിക്കൂലേ, ഇല്ലേ? നമ്മൾ ആസ്വദിച്ച് കഴിക്കൂലേ അത്. അതുപോലെ നമ്മളിങ്ങനെ നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ജേർണിയിലൂടെ പോകുമ്പോൾ, നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഈ ഒരു ജേർണിയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സഞ്ചരിക്കുന്നത് ആ ഒരു മഹാസാഗരത്തിന്റെ ഒരു അരുവിയിലൂടെയാണ്. ഇങ്ങനെ ഈ ഒരു മഹാസാഗരത്തിന്റെ അരുവിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു അല്ലെ. അതുപോലെ നമ്മളുടെ ആന്തരിക അവയവങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ ആത്മാവ്, അതല്ലെങ്കിൽ നമ്മുടെ സോൾ ആനന്ദത്തിൽ ആർമാദിച്ച് നടക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് നമ്മളുടെ ഒരു സോളിനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത്, നമ്മൾ ആ സോളിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നാം നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് ദൈനേന ചുരുങ്ങിയത് ഒരു 3 സമയമെങ്കിലും നമ്മൾ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സോളിന് വേണ്ട ആ സമാധാനവും ശാന്തിയും നിറഞ്ഞ ആ ഒരവസ്ഥയിലൂടെ പോവാന്നുള്ളത് നമ്മളുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ യാത്രയിലൂടെ പോകുന്ന സമയത്തായിരിക്കും തികച്ചും അനുഭവിക്കുക എന്നുള്ളത്. അങ്ങനെ ശാന്തസുന്ദരമായ ആ ഒരു യാത്രയിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളുടെ നാം ആവുന്ന ഈ ഒരു സാഗരത്തിൽ, നമ്മളാവുന്ന ഈ ഒരു സാഗരത്തിന്റെ അരികിൽ വന്ന് നമ്മളുടെ ആ ഒരു സോളൊന്ന് ഇരിക്കുന്ന സമയത്ത്
നാം അതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. എവിടെ? നേരത്തെ നമ്മൾ ആ കടലിന്റെ അരികത്ത് പോയി ഇരുന്നപ്പോ നമുക്കൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മളുടെ ആ കടലിന്റെ ഉപരിതലത്തിലുള്ള ആ വസ്തുക്കൾ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ആ ബീച്ചിന്റെ ഓരങ്ങളിൽ വന്നിരിക്കുന്ന ടൂറിസ്റ്റുകളെ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. യഥാർത്ഥമായ സുഖവും യഥാർത്ഥമായ മാധുര്യവും ആ ആഴക്കടലിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്നത് പോലെ, ആ ആഴക്കടലിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന വ്യത്യസ്തമായ, കാണാൻ അതിമനോഹരമായ പല വസ്തുക്കളെയും നമുക്ക് കാണാൻ പറ്റാത്തതുപോലെ നാം എന്ന് പറയുന്ന നമ്മൾ എന്ന് പറയുന്ന ഈ സാഗരത്തിന്റെ അരികിൽ വന്നിരിക്കുന്ന നമ്മുടെ സോളിനും ഇത് കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇനിയോ ആ ആഴക്കടലിലേക്ക് നമ്മൾ ഒന്ന് ഇറങ്ങുകയാണെങ്കിൽ, ഇങ്ങനെയാണ് നമ്മൾ ആഴക്കടലിലേക്ക് ഇറങ്ങുക. ആഴക്കടലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കറിയാം അല്ലെ, ഓക്സിജൻ മാസ്ക് ഉണ്ടാവും, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വസ്ത്രങ്ങൾ ഉണ്ടാവാം. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നാം ആ ഒരു ആഴക്കടലിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ കൗതുകങ്ങളാണ് കാണാൻ വേണ്ടി പറ്റിയത്. എന്തൊക്കെ കൗതുകങ്ങളാണോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ ഞാനെന്ന് പറയുന്ന എൻ്റെ ഈ ശരീരത്തിന്റെ അകത്തേക്ക് ഒന്ന് ഇറങ്ങുമ്പോൾ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തിന്റെ അകത്തേക്ക് ഒന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ സോളിനെ കാണാൻ പറ്റുകയാണ്. നമ്മൾ കടലിലേക്ക് ഇറങ്ങിയാൽ കാണാൻ പറ്റുന്നത് പോലെ തന്നെ ആ മനോഹരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ആത്മാവിനെ എത്തിപ്പിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് മെല്ലെ 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 നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ തെറാപ്പിയിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു പ്രാക്ടീസ് നമുക്കറിയാലേ. ആഴക്കടലിലേക്ക് നമുക്ക് പോയി ഇറങ്ങാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ സജ്ജീകരണങ്ങളും നൽകിയാൽ പോലും നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ട്? നമ്മൾ അതിനേക്ക് പ്രാക്ടീസ് ചെയ്തിട്ടില്ല അല്ലേ? അതേപോലെ എന്ത് ചെയ്യാണ്? ഓരോ ദിവസവും നമ്മളാവുന്ന ഈ സാഗരത്തിന്റെ അകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്, നമ്മുടെ സോളിനെ അതിനകത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസിലാണ് നമ്മൾ ഓരോരുത്തരും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ഒരു ലൈവിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ ആ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് മനോഹരമായ രീതിയിൽ നടത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ആഴക്കടലിലേക്ക് ഇറങ്ങി കാഴ്ചകൾ കാണുന്ന അതേപോലെ നമ്മളുടെ ഞാനാകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ആവുന്ന നിങ്ങളുടെ ആന്തരികതയിലേക്ക് ഇറങ്ങാനും യഥാർത്ഥമായ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കാനും യഥാർത്ഥമായ ഗ്രാറ്റിറ്റ്യൂഡിന്റെ മാധുര്യം മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നമുക്ക് നമ്മളുടെ ആ ഒരു ആന്തരിക അവയവങ്ങളിലേക്ക്, നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ ആ യാത്ര തിറച്ച്, ആ യാത്ര അങ്ങോട്ടത്തേക്ക് തിരിച്ച് നമ്മൾ അവിടത്തേക്ക് എത്തിയിട്ടോ നമ്മൾ മെല്ലെ ഒന്ന് ആ സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് കാലെടുത്ത് വെക്കുക. ആ കാലെടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ അല്പം ഒന്ന് തണുക്കുന്നുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ ആ സമുദ്രത്തിന്റെ വെള്ളത്തിൽ ടച്ച് ചെയ്ത് അല്പം ചെറിയ ചൂട് ഏൽക്കുന്നുണ്ടെങ്കിലോ, അതെന്താവട്ടെ, ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആഴക്കടലിന്റെ അകത്ത് പോയാൽ ഇനിയും ഒരുപാട് ഫീലിങ്സുകൾ കിട്ടാനുണ്ട് എന്നതിനുള്ള ഒരു കുഞ്ഞ് സാമ്പിൾ മാത്രമായിരിക്കാം. അതുപോലെ തന്നെ നമുക്കും നമ്മളുടെ ആ ഒരു ആന്തരിക യാത്രയെ മനോഹരമാക്കാൻ, നമ്മുടെ സോളിനെ സന്തോഷിപ്പിക്കാൻ, നമ്മുടെ സോളിനെ ആനന്ദത്തിലേക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു യാത്ര വളരെ ഡീപ്പായിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി പറ്റട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ആ ഒരു രീതിയിലേക്കുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഈ ഒരു അവസരം, ഇവിടെ ഞാൻ പറയുകയാണ് നിങ്ങളടുത്ത്, ഞാൻ ഒരു ക്ലാസ് എടുക്കാന്നുള്ള രീതിയിൽ വലിയൊരു പണ്ഡിതയോ അതല്ലെങ്കിൽ വലിയ ഒരു അറിവ് ശേഖരിച്ച് നടക്കുന്ന വ്യക്തിയോ അല്ല. നിങ്ങളെപ്പോലെ തന്നെ സാധാരണയായി ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ തന്നെയാണ്. പക്ഷെ അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എങ്ങനെ നമ്മളാവുന്ന സാഗരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു പഠനത്തിലേക്ക് നിങ്ങളെക്കാൾ കുറച്ച് മുമ്പില് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ അവിടെ
കൊണ്ടെത്തിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ആ ഒരു യാത്രയിൽ അവിടെ മുമ്പ് എത്തിപ്പിച്ചത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് ചെറിയതും എന്ന് വെച്ചാൽ അത്രയും മൈനോട്ടായ ഒരു തിരിച്ചറിവ് അള്ളാഹു നൽകിയ അതെന്റെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ നിങ്ങളെ ഓരോരുത്തരുടെയും വിളിച്ച് കൂടെ ഇരുത്തിക്കൊണ്ട് നമുക്കൊരു സാക്ഷികളെ ഇരുത്തി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ എൻ്റെ കൂടെ ഇരുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ലൈഫിലേക്ക് പകർത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്തും കൂടി ചർച്ച ചെയ്യുന്നുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഈ ഒരു യാത്രയെ ആസ്വദിക്കാൻ വേണ്ടി, നമ്മുടെ ഈ ഒരു യാത്രയെ അനുഭവിക്കാൻ വേണ്ടി, നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു 100 ഡേയ്സ് പൂർത്തിയാവുമ്പോഴത്തേക്കും നമുക്ക് എന്താണോ നമ്മൾ നേരത്തെ ഇതിൽ ഫസ്റ്റ് വരുമ്പോഴുണ്ടായത് അതിനപ്പുറത്തേക്ക് ആഴക്കടലിന്റെ അകത്തേക്ക് പോയിരിക്കുന്ന ഒരു ഫീൽ എനിക്കും നിങ്ങൾക്കും ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോ ദിവസവും ഇവിടെ വരുന്ന ഈ ഒരു പ്രാക്ടീസ് നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് റെക്കോർഡ് കേൾക്കുന്നവരായിക്കോട്ടെ, ഞാൻ ആരാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ ഒരു യാത്രയുടെ മാധുര്യം അണിയാൻ വേണ്ടിയിട്ട് നമ്മൾ ദിനേന രാവിലെ ലൈവിൽ തന്നെ വരും, എന്നിട്ട് സെഷൻസ് അറ്റൻഡ് ചെയ്യും. നമ്മളിൽ മാറ്റം വരുത്താനുള്ളതിനെ മാറ്റം വരുത്തും, തിരുത്താനുള്ളതിനെ തിരുത്തും. എന്നിട്ട് നമുക്ക് മനോഹരമായ ആ ഒരു യാത്രയിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ട് ആ ഒരു സാഗരത്തിന്റെ അകത്ത് ഒളിച്ചു കിടക്കുന്നതിന്റെ യഥാർത്ഥ മാധുര്യത്തെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആരോടും ദേഷ്യമില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ, സന്തോഷാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം ചിരിച്ച ഫേസോട് കൂടി സ്നേഹത്തോട് കൂടിയിട്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വരവേൽക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റാനുള്ള ഒരു തുടക്കം കൂടി നമുക്ക് ഈ ഒരു യാത്ര ആക്കി തീർക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുസ്തകത്തിൽ ഓരോ ദിവസവും 33 പോയിന്റുകൾ എഴുതി വെക്കണം. ഞാൻ പറയാണ്, നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നതിലപ്പുറം ഞാനും അതേപോലെ എഴുതി വെക്കുന്നുണ്ട്. ഓരോ ദിവസവും 33 പോയിന്റ്സുകൾ. ആ 33 പോയിന്റുകൾ നമ്മൾ എഴുതുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു യാത്രയിലേക്ക് വേണ്ട സാധന സാമഗ്രികൾ നമ്മളുടെ ബാഗുകളിലോ നമ്മളുടെ ആ ഓക്സിജൻ സിലിണ്ടറിലെ ഓക്സിജൻ നിറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ അങ്ങനെയുള്ള ആ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഓരോ ടൂൾസുകളായിരിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഓരോ ദിവസവും ഇപ്പോൾ എൻ്റെ ഈ ഒരു സെഷൻസ് കഴിഞ്ഞത് മുതൽ രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നത് വരെ ഉള്ള ഒരു ടൈമിനകത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇതൊന്ന് എഴുതി വെക്കാൻ, നമ്മുടെ ഒരു ബാഗ് ഒന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്നും കൂടി ഞാൻ ഈ ഒരു സമയങ്ങളിൽ ഓർമ്മിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ജേണിയിലൂടെ നമ്മൾ പോയി. ഇവിടെ നിങ്ങൾക്ക് 21 ദിവസമായിരുന്നു ഞാനത് ഉദ്ദേശിച്ചിട്ടുണ്ടായത്. അപ്പൊ അതിൽ 10 ദിവസം പിന്നിട്ടു അല്ലെ. അപ്പൊ ഈ ഒരു 10 ദിവസം യാത്രയുടെ പകുതി നമ്മൾ എത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഒരു പകുതി നമുക്ക് മനോഹരമാക്കിയിട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. ശേഷം നമുക്ക് നമ്മുടെ ഫോർഗീവും ഇതുപോലെ ഒരു ജേണിയിലേക്ക് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തായാലും നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ ആ EFTയുടെ ക്ലാസ് ഇന്നാണ് ആരംഭിക്കുന്നുള്ളത്. ആർക്കെങ്കിലും നമ്മുടെ ഇവിടെ നിന്നും അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, ഇത്രയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ നിങ്ങൾ രാവിലെ ഒരു 6:30 എൻ്റെ ക്ലാസ്സിൽ കയറി ഇരിക്കുന്നു. അതല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് വന്ന ലിങ്ക് വഴി നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നു, അതിലേക്ക് നിങ്ങൾ സന്നദ്ധത അറിയിക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു ഓഫറാണ് 1000 റുപ്പീസിന് ഒരു ക്ലാസ് ഞങ്ങൾക്ക് നൽകുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഖ്യ എന്നുള്ളത് ഒരു 1000 റുപ്പീസ് എന്ന് പറയുന്നത് നിങ്ങൾ വലിയ ഒരു മുതൽക്കൂട്ടായി കാണണം. അതിനൊരു 1000 രൂപയുടെ വാല്യൂ അല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടി ചെലവിടുന്ന, നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മുതൽക്കൂട്ടായി നിങ്ങൾ ഇത് കാണാൻ താല്പര്യമുള്ള ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് നമ്മുടെ EFTയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ EFTയിൽ പറയുന്ന ഓരോ വിഷയങ്ങളും നമ്മൾക്ക് പഠിച്ച് നമ്മുടെ ലൈഫിലേക്ക് ഓരോ ദിവസവും മാറി മാറി വരുന്ന ഫീലിങ്സുകൾ ഉണ്ടാവുമല്ലോ അല്ലെ. എത്രയോ ഇമോഷൻസ് ഫീലിങ്സുകൾ നമുക്ക് വരാറുണ്ട്. അപ്പൊ അതിൽ ദേഷ്യം, ഒരുപാട് പേര് ദേഷ്യത്തെ പറഞ്ഞവരുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വളരെ
ലളിതമായ ടെക്നിക്കുകളാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ഇൻഷാ അള്ളാ ഇന്ന് ഈവനിങ്ങിൽ നമുക്ക് ഇന്ത്യൻ സമയം 5 o'clock നമ്മുടെ ക്ലാസ്സിന്റെ ടൈം വരുന്നുള്ളത്. ഓക്കെ അല്ലേ? നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വേറെ ഒന്നുമില്ലല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഒന്നും ചോദിക്കാനുണ്ടോ? ഓക്കെ, അപ്പൊ ഇൻഷാല്ല ആർക്കും ഒന്നും ചോദിക്കാനും പറയാനൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ കൃത്യസമയത്ത് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അതിലുപരി ഇന്നത്തെ സെഷൻസിലേക്ക് അഡ്മിഷൻ എടുക്കാനും കൂടി വരും. ഓക്കെ അല്ലേ?